ഹായ്. സോ നമുക്കിന്ന് ഓൾറെഡി ഫുഡ് കഴിക്കുന്ന സമയത്ത് സ്ക്രീൻ ടൈം എക്സ്പോഷർ ഉള്ള ഒരു കുട്ടീനെ എങ്ങനെ സ്ക്രീൻ ഡിപ്പെൻഡൻസിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാം അതിനെക്കുറിച്ച് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിക്ക് 4 or 3 times ആണ് ഫുഡ് കൊടുക്കുന്നതെങ്കിൽ ആ കൊടുക്കുന്ന എല്ലാ ടൈംസിലും സ്ക്രീൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ടൈം വേണ്ടിയിട്ട് ഫ്രീക്വൻസി കുറയ്ക്കുക. അതായത് ഇപ്പോൾ 3 times ആണ് നമ്മൾ കുഞ്ഞിന് സ്ക്രീൻ കൊടുക്കുന്നതെങ്കിൽ അത് പതുക്കെ 2 times റെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ആ നമ്മൾ 3rd time കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 10-15 minutes പാരൻസ് കുട്ടിയുമായിട്ട് നല്ല പോലെ എൻഗേജ് ചെയ്യാനായിട്ട് നോക്കുക. ലൈക്ക് റൈംസ് പാടി കൊടുക്കാനായിട്ട് നോക്കുക, ബുക്സിൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ കുട്ടി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുട്ടിയുമായിട്ട് എന്തെങ്കിലും ടോയ്സ് വെച്ച് കളിക്കാനായിട്ട് നോക്കുക. അങ്ങനെ കുട്ടിയുമായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ കുഞ്ഞിനെ ആ ഫുഡ് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക, സ്പൂൺ ഹോൾഡ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക. അങ്ങനെയുള്ള ഗ്യാപ്പ് കുഞ്ഞിന് കൊടുക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ ആ കുഞ്ഞ് കഴിക്കുന്ന ഫുഡിനെ കുറിച്ച് ആ കുഞ്ഞിന് നല്ലപോലെ പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കാം. അതായത് ഇപ്പോൾ കുഞ്ഞിന് നമ്മളൊരു ആപ്പിളാണ് കൊടുക്കുന്നതെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അത് ആ കുഞ്ഞിൻ്റെ കയ്യിലെ ആപ്പിളാണ്, ആപ്പിള് റെഡ് കളറാണ്, ആപ്പിള് നമുക്ക് കഴിക്കാം, കഴിക്കാം, അങ്ങനെ പറഞ്ഞ് കൊടുക്കാനായിട്ട് നോക്കുക. അതുപോലെ ഇപ്പോൾ ഒരു ബനാനയാണ് കൊടുക്കുന്നതെങ്കിൽ ദാ നോക്കിക്കേ, ഇത് ബനാനയാണ്, ബനാന നമുക്ക് തൊട്ട് നോക്കിയാലോ, ഇത് നല്ല സോഫ്റ്റ് ആണ്. അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞ് കുട്ടിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഈ സ്ക്രീൻ ഡിപ്പെൻഡൻസി കുറയ്ക്കാനായിട്ട് നോക്കാം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാരൻസ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും കുട്ടി കോപ്പി ചെയ്യുന്നത്. സോ നമ്മൾ പാരൻസും ഫുഡ് കഴിക്കുന്ന സമയത്ത് സ്ക്രീനോ മൊബൈൽ ഫോണോ കണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ കുട്ടിയും നമ്മളെ പോലെ അത് കണ്ട് കോപ്പി ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ അഡൾട്ട്സ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺസ് നോക്കി ഫുഡ് കഴിക്കുക, TV കണ്ട് ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള ഹാബിറ്റ്സ് കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ ഈ സ്ക്രീൻ ടൈം സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കുട്ടി അതിൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് നമ്മൾ പാരൻസിനോട് ചെയ്യും. കുട്ടി മൊബൈൽ ഫോൺസിന് വേണ്ടി ഒരുപാട് വാശി പിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യും. പക്ഷെ എന്നാലും അതിലൊന്നും പാരൻസ് ഡൗൺ ആയി പോകാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ദിവസവും അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. ഇത് ഒരു ദിവസം മാത്രം ചെയ്തതുകൊണ്ട് കുട്ടിയുടെ സ്ക്രീൻ ഡിപ്പെൻഡൻസി കുറയില്ല. സോ ഡെയിലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അത്രയേ ഉള്ളൂ.